ഹായ് എവരി വൺ. ഇന്ന് നടന്ന ഡിഗ്രി പ്രിലിംസ് ഫേസ് 3-ലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ പറയുകയാണ്. വളരെ വിശദമായ വിശദീകരണമല്ല, നമ്മൾ എന്തുകൊണ്ട് ഈ ഉത്തരം വന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് പോവാണ്. പിന്നീട് ഏതെങ്കിലും ചോദ്യം വിശദീകരിക്കണമെന്നുണ്ടെങ്കിൽ പറയാം, അത് വിശദമായിട്ട് വിശദീകരിക്കും. ഓക്കെ, പിന്നെ ഇതിൽ ഡിലീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ചോദ്യമുണ്ട്, പറയാം. ഓക്കെ, ശരി, ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തേത് ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ്. ഇത് പല ആളുകൾക്കും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം, പക്ഷേ ക്ലാസ്സിൽ വളരെ വിശദമായിട്ടും ഒരുപാട് തവണയും പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. പല ആളുകൾ ഹാഡ് കണ്ടപ്പോൾ പ്രിപ്പയർഡ് ഇടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഇത് ഞാൻ എടുത്തിരുന്നു, നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിൽ ഇരുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് അത് കിട്ടും. ഇങ്ങനെ ഹാഡിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വന്നാൽ, ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു നൗണ് പോലെ ഒരു വ്യക്തിയോ ഒരു പേഴ്സണോ വന്നാൽ, ഹാഡ് ദ മെക്കാനിക്, ഹാഡ് ഗാർഡനർ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക്, ട്രിം, ഫിക്സ് പോലെയുള്ള ബേസ് ഫോമാണ് ഇടുക എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഐ ഹാഡ് എ പ്ലംബർ ഡാഷ്. ഇവിടെ റിപ്പയറാണോ റിപ്പയർഡാണെന്ന് വെച്ചാൽ റിപ്പയറാണ് വരിക. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹാഡ് ദ അസിസ്റ്റൻറ്റ് ടു പ്രിപ്പയർ അല്ല, പ്രിപ്പയർഡ് അല്ല, പ്രിപ്പയറിംഗ് അല്ല, വെറും പ്രിപ്പയർ ഇടാൻ പാടുള്ളൂ. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. അപ്പോൾ അതായത് ഇങ്ങനെ എത്ര ഉള്ളൂടാ, ഹാഡ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വ്യക്തി വരികയാണെന്ന് കരുതുക, ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ, ഹാഡ് ദ അസിസ്റ്റൻ്റ് എന്നാവാം, ഹാഡ് ദ ഡ്രൈവർ എന്നാവാം, ഹാഡ് ദ മെക്കാനിക് എന്നാവാം. അത് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാൽ ഇങ്ങനെ പ്രിപ്പയർ, ചെക്ക്, ഫിക്സ് പോലെയുള്ള ബേസ് ഫോമാണ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. അടുത്ത ചോദ്യം നോക്കാം. ലെറ്റസ് വന്നിട്ടുണ്ടെങ്കിൽ എന്തെടുക്കും എന്നുള്ളതാണ്. ഒരു ലെറ്റ്സ് വന്നാൽ ലെറ്റസ് വന്നാലും ക്വസ്റ്റ്യൻ ടാഗിൽ ഏതെടുക്കുള്ളൂ നമുക്കറിയാം. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞാൽ ഷാൾ വി, ലെറ്റസ് ഗോ എന്ന് പറഞ്ഞാൽ ഷാൾ വി. ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഇനി അടുത്ത നോക്കൂ, ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞില്ലാണ്ട്, അതുകൊണ്ടൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അതേപോലെ ഇതും ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിലൊക്കെ ആയിട്ട്. രവി ഡാഷ് ടീ എവറി മോർണിംഗ്. എവറി മോർണിംഗ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എവറി മോർണിംഗ്, എവറി ഡേ, എവറി വീക്ക് എന്നൊക്കെ വന്നാൽ V1 ആണ് ഇടുക, അല്ലേ? V1 ഇടുക. ഈസ് ഡ്രിങ്കിങ് വേണ്ട. ഡ്രാങ്ക് എന്നുള്ളത് V2, അത് വേണ്ട. ഹാസ് ഡ്രങ്ക് എന്നുള്ള ഹാസ് പ്ലസ് V3 ആണ്, അതും വേണ്ട. വെറും V1 ആയിട്ടുള്ളത് ഏതാണ്? ഡ്രിങ്ക്സ് ആണ്. ഡ്രിങ്കും V1 ആണ്, ഡ്രിങ്ക്സും V1 ആണ്. അപ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത്? ഡ്രിങ്ക്സ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് എടുക്കുക. രവി ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ് എന്നുള്ള ഓപ്ഷൻ ബി എടുത്തു. ഒരുപാട് തവണ ക്ലാസ്സിൽ പറഞ്ഞില്ല. ഇത് ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നലെ പറഞ്ഞ ഒരു ഭാഗമാണ് ഈ ഇറ്റ്സിൻ്റെ ഭാഗം. ഒരുപാട് തവണ പറഞ്ഞിരുന്നു. ഇത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ്, ഇറ്റ് ഹാസ് എന്നുള്ളതാണെന്നും, ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നുള്ള അർത്ഥത്തിലുള്ള പൊസസീവ് പ്രൊനൗൺ ആണെന്നുള്ളതും നമ്മൾ പറഞ്ഞിരുന്നു, ഇല്ലേ? അതിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഇറ്റ്സ് ലീവ്സ് എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഇറ്റ്സ് എന്നുള്ള ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക. ഓക്കെ, പൊസസീവ് പ്രൊനൗൺസിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം. കീർത്തന വോൺ ബി ലേറ്റ്. കീർത്തന വോൺ ബി ലേറ്റ് എന്നുള്ളത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് ഏതാ വരിക? ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. ഈ വോണ്ട് എന്ന് കണ്ടാൽ, ക്വസ്റ്റ്യൻ ടാഗിൽ വോണ്ട് എന്ന് കണ്ടാൽ ഒന്നും നോക്കണ്ട, ഉത്തരത്തിൽ വില്ലുണ്ടാവും. ഓക്കെ, രാജു വോണ്ട് എന്ന് വരികയാണ്, ഉത്തരത്തിൽ വില്ലുണ്ടാവും. സീത വോണ്ട് എന്ന് വരികയാണ്, ഉത്തരത്തിൽ വില്ലുണ്ടാവും. അപ്പോൾ അങ്ങനെ വോണ്ട് എന്ന് കണ്ടാൽ ക്വസ്റ്റ്യൻ ടാഗ് ആണെങ്കിൽ വില്ല് ഉത്തരത്തിൽ ഉണ്ടാവും. വില്ല് സിയിലില്ല, ഡിയിലില്ല. പിന്നെ വിൽ ഷീ ഉണ്ട്, വിൽ നോട്ട് ഷീ ഉണ്ട്. ഇവിടെ ഓൾറെഡി വിൽ നോട്ട് വന്നാൽ പിന്നെ വോണ്ട് എന്നുള്ള വിൽ നോട്ട് തന്നെയാണ്. പിന്നെ വീണ്ടും വിൽ നോട്ട് വേണ്ട, അപ്പോൾ ഓപ്ഷൻ ബി വേണ്ട, വെറും വിൽ ഷീ നടുക. ഇവിടെ കീർത്തന ആയതുകൊണ്ടാണ് ഷീ വന്നത്. ഇവിടെ രാജു വോണ്ട് എന്നായിരുന്നെങ്കിലോ വിൽ ഹീ എന്നാകുമായിരുന്നു. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. അടുത്ത് നോക്കാം കേട്ടോ. ഇപ്പോൾ നോക്കൂ, നമ്മൾ മാക്സിമം പറയാൻ പറ്റുന്നതിൻ്റെ വിശദീകരണം മാത്രമേ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. അല്ല ഇത് ഇത്ര സ്പീഡിൽ പോവല്ലേ, അങ്ങനെ ഇത്ര സ്പീഡ് വേണ്ട എന്നൊക്കെ ആണെങ്കിൽ അതും നിങ്ങൾ അറിയിക്കുക കേട്ടോ. ഇത് ഓക്കെ ആണെങ്കിൽ അത് പറയണേ. നോക്കൂ, നൗ വി ഷോൾ ഡിസ്കസ് ഡാഷ് അവർ ഫ്യൂച്ചർ. ഈ ഡിസ്കസ് വന്നിട്ടുണ്ടെങ്കിലേ അബൌട്ട് വേണ്ട, നോ പ്രൊപ്പോഷനാണ് വരിക. ഡിസ്കസ്ഡ് എന്ന് പറഞ്ഞാൽ ടോക്ക് അബൌട്ട് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കസിൻ്റെ കൂടെ അബൌട്ട് വേണ്ട. വി ഡിസ്കസ്ഡ് ദ മാറ്റർ. ഓക്കെ, അങ്ങനെ മതി. വി ഡിസ്കസ്ഡ് അബൌട്ട് ദ മാറ്റർ എന്ന് വേണ്ട. ഓക്കെ, അതേപോലെ വി ഷാൾ ഡിസ്കസ് അവർ ഫ്യൂച്ചർ എന്ന് മതി, അല്ലാതെ അബൌട്ട് വേണ്ട. നമ്മളിത് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ സാധാരണ പ്രപ്പോഷൻ ഇടണം തോന്നും, പക്ഷേ ഇടണ്ട എന്നുള്ള കുറേ കാര്യങ്ങൾ. നമ്മൾ എൻ്ററിൻ്റെ കാര്യം, എൻ്റർ ഇൻ ടു ദ ബിൽഡിംഗ് എന്ന് വേണ്ട, എൻ്റേർഡ് ദ ബിൽഡിംഗ് അങ്ങനെ മതി എന്നൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എൻ്റേർഡ് ദ ബിൽഡിങ്, റൈറ്റ്. റീച്ച്ഡ് അറ്റ് സ്കൂൾ വേണ്ട, റീച്ച്ഡ് സ്കൂൾ എന്ന് മതി എന്നൊക്കെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മളത്. ശരി, അടുത്ത് നമുക്ക് നോക്കാം. വി ആർ ഗോയിങ് ടു ബേക്ക് ദ ബ്രെഡ്. ഇവിടെ തന്നെ യൂട്യൂബിലും പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ ഒരുപാട് തവണ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഗോയിങ് ടു വരികയാണെങ്കിൽ, ഗോയിങ് ടു പ്ലേ എന്നാണെങ്കിൽ ഗോയിങ് ടു ബി പ്ലേഡ് എന്നാക്കുക. ഗോയിങ് ടു കുക്ക് ആണെങ്കിൽ ഗോയിങ് ടു ബി കുക്ക്ഡ് എന്നാക്കുക. ഗോയിങ് ടു ഈറ്റ് ആണെങ്കിൽ ഗോയിങ് ടു ബി ഈറ്റൺ എന്നാക്കുക. ഗോയിങ് ടു കോൾ എന്നാണെങ്കിൽ ഗോയിങ് ടു ബി കോൾഡ് എന്നാക്കുക. ഗോയിങ് ടു ബേക്ക് എന്നാണെങ്കിൽ ഗോയിങ് ടു ബി ബേക്ക്ഡ് എന്നാക്കുക. ഗോയിങ് ടു ബി ബേക്ക്ഡ് എന്നുള്ളത് രണ്ടെണ്ണത്തിലുള്ള ഗോയിങ് ടു ബി ബേക്ക്ഡ്, ഗോയിങ് ടു ബി ബേക്ക്ഡ്.
പിന്നെ ഈ ആറ് എന്നുള്ളത് V1 ആയതുകൊണ്ടേ പാസീവ് വോയിസിൽ V1 തന്നെ വരാൻ പാടുള്ളൂ. ഈസ് വാസ് എന്നുണ്ട്, ഇതിലേതാ വെക്കുക? ഈസ് എന്നുള്ള V1 തന്നെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. ഓക്കെ, ശരി. അടുത്ത നോക്കാം നമുക്ക്. എ ഡാഷ് ഓഫ് കാറ്റിൽ ലൈയിങ് അണ്ടർ ദ ട്രീ. ഇവിടെ നമുക്ക് കാറ്റിൽ ഒരു കൂട്ടം കാറ്റിൽ എന്ന് പറയുകയാണ്, കന്നുകാലികൾ എന്ന് പറയുകയാണ്. നമ്മൾ ഏതാ വെക്കുക? എ ഹെഡ് ഓഫ് എന്നാണ് വെക്കുക. എ ഹെഡ് ഓഫ് കാറ്റിൽ ലൈയിങ് അണ്ടർ ദ ട്രീ എന്നാണ് വെക്കുക. ഒരു കൂട്ടം കന്നുകാലികൾ എന്ന് പറയാൻ എ ഹെഡ് ഓഫ് കാറ്റിൽ എന്നാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ. എ ഹെഡ് ഓഫ് കാറ്റിൽ എന്നുള്ളതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഓൾറൈറ്റ്. മറ്റേ ഫ്ലോക്ക് നമുക്കറിയാം, ഫ്ലോക്ക് ഓഫ് ഷീപ്പ് പറയും. ഒരു കൂട്ടം ഷീപ്പിന് ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് പറയാം, ഫ്ലോക്ക് ഓഫ് ഗോഡ്സും പറയാം. ഫ്ലീറ്റ് നമ്മൾ സാധാരണ ഫ്ലീറ്റ്, ഒരു ഫ്ലീറ്റ് ഓഫ് ഷിപ്സ്, ഫ്ലീറ്റ് ഓഫ് കാർസ്, ഫ്ലീറ്റ് ഓഫ് ലോറീസ് ഒക്കെ പറയാം. സ്വാമിൻ്റെ എന്താ പറയുക? സ്വം ഓഫ് ബീസ്, സ്വം ഓഫ് ഒരു കൂട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ടേ ഒരു കൂട്ടം ബീസ് എന്ന് പറയാം, സ്വം ഓഫ് ബീസ് പറയും. എ സ്വം ഓഫ് ഇൻസെക്ട്സ് എന്നൊക്കെ പറയും. എ സ്വം ഓഫ് ഫ്ലൈസ് എന്ന് പറയും, ഈച്ചകൾ, അതും പറയും. ഓക്കെ, അടുത്ത് നോക്കാം. ദ മീറ്റിംഗ് വാസ് ഡാഷ് ഡ്യൂ ടു ദ മാനേജേഴ്സ് ഇൽനെസ്. മാനേജറിൻ്റെ അസുഖം കാരണം മാറ്റി വെച്ചു എന്നുള്ള. മീറ്റിംഗ് വാസ് പുട്ട് ഓഫ് എന്നുള്ള. പുട്ട് ഓഫ് നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുട്ടുംകുറ്റി മാറ്റി വെച്ചു. ഒരു സാധനം എടുത്തിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കുന്നതല്ലെങ്കിലും കൂടെ നമ്മൾ പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചു എന്ന അർത്ഥത്തിൽ പുട്ട് ഓഫ് പറയാറുണ്ട്. പുട്ടുണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പുട്ടുംകുറ്റി മാറ്റി വെച്ചു. പുട്ട് ഓഫ് പറഞ്ഞാൽ മാറ്റി വെച്ചു എന്നുള്ള. അത് എന്ത് മാറ്റി വെക്കുന്നതാണ്? ഒരു ഡേറ്റിൽ നിന്ന് വേറെ ഡേറ്റിലേക്ക് മാറ്റി വെക്കുന്നതാണ്. മീറ്റിംഗ് മാറ്റി വെക്കുക, കല്യാണം മാറ്റി വെക്കുക, അങ്ങനെയൊക്കെയുള്ള ആ ഒരു 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 പ്രോഗ്രാമോ വേറെ എന്തെങ്കിലും വേറെ ഡേറ്റിലേക്ക് മാറ്റി വെക്കുന്നതിനാണ് പുട്ട് ഓഫ് പറയാം. ഇവിടെ മീറ്റിംഗ് മാറ്റി വെച്ചു എന്നുള്ളതാണ്. പുട്ടോണ് ധരിക്കലാണ്, നമുക്കറിയാം. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട 2-3 അർത്ഥങ്ങളുണ്ട്. പ്രധാനപ്പെട്ട അർത്ഥം എന്ന് പറയുകയാണെങ്കിൽ ബിൽഡ് ചെയ്യുക അല്ലേ, പുട്ടപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറയും. വേറെ അർത്ഥമുണ്ട്, സ്റ്റേ ചെയ്യുക എന്നുള്ള അർത്ഥമൊക്കെ ഉണ്ട്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അണയ്ക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പുട്ട് ഔട്ട് ദ ഫയർ എന്ന് പറയും. പുട്ടപ്പിൻ്റെ വേറെ അർത്ഥങ്ങൾ ഞാൻ വേണമെങ്കിൽ പറയാം. പുട്ടപ്പ ഫൈറ്റ് എന്ന് പറയും കേട്ടോ, ഫൈറ്റ് ചെയ്യുന്നതിന്. അതും എക്സാമിന് വന്നിട്ടുള്ളതാണ്. പുട്ടപ്പ ബിൽഡ് ചെയ്യുക എന്ന് പറയും. പുട്ടപ്പ അറ്റ് ഹോട്ടൽ എന്ന് പറയും, ഹോട്ടലിൽ താമസിച്ചു എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ പുട്ടപ്പ് എന്ന് പറയും. പിന്നെ പുട്ടപ്പ് നമ്മൾ പുട്ടപ്പ് ടാക്സ് അല്ലെങ്കിൽ പുട്ടപ്പ് റെൻ്റൊക്കെ ഉയർത്തുക എന്നുള്ള അർത്ഥത്തിലും പുട്ടപ്പ് പറയും കേട്ടോ, ഉയർത്തുക എന്നുള്ള അർത്ഥത്തിലും പറയും. ഇതൊക്കെ കോഡ് ഉപയോഗിച്ച് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പിന്നെ സ്ട്രിക്ട്ലി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണെന്നുള്ളതാണ്. സ്ട്രിക്ട്ലി എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് അതെന്താ? റൂൾസ് ആൻഡ് റെഗുലേഷൻസും സ്ട്രിക്റ്റ് ആയിട്ട് അവർ എൻഫോഴ്സ് ചെയ്തു എന്നുള്ളതാണ്. സ്ട്രിക്റ്റ് ആയിട്ട് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് ഹാർഷ്ലിയും ഫേമിലും റിജിഡിലൊക്കെ ഏകദേശം ഒരേപോലത്തെയാണ് അല്ലേ. ലൈറ്റ്ലി ആണ് വരിക. സ്ട്രിക്ട്ലി പറയുമ്പോൾ വളരെ ദൃഢമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ ലൈറ്റ്ലി പറയുമ്പോൾ അത്ര കണിശത ഇല്ലാതെ എന്നുള്ള അർത്ഥത്തിലാണ് ലൈറ്റ്ലി. അടുത്തത് താഴെയുള്ളതിൻ്റെ അതേ അർത്ഥം വരുന്നത് ഏതാണ്? പെർസിവറൻസ് എന്ന് വന്നാൽ അതേ അർത്ഥം വരുന്നത് ഏതാണ്? ഇതിൽ കാണുമ്പോൾ അറിയാം, സ്ഥിരോത്സാഹനം എന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പെർസിവറൻസ് എന്നുള്ളത്. അപ്പോൾ ഇൻ്റലിജൻസ് അല്ല, ടാലൻറ്റും അല്ല, ലക്കും അല്ല, അതേപോലത്തെ ഒരു വാക്ക് തന്നെ പെർസിസ്റ്റൻസ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സംഭവമായിരുന്നു, വളരെ സിമ്പിളായിട്ടുള്ളൊരു വാക്ക്. അതേപോലെ പിക്ക് ഔട്ട് ദ കറക്റ്റ് പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് മാനേജ്. ഇതും വളരെ സിമ്പിളാണ്. അൺമാനേജ്, മിസ്മാനേജ്, ഡിസ്മാനേജ്, നോൺ മാനേജ് ഇതൊന്നും പറയില്ല. മിസ്മാനേജ് അല്ലേ പറയാം. നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമാണ് മിസ്മാനേജ് ഇല്ലേ, റൈറ്റ്. ഓക്കെ, ഇനി അടുത്ത ബോണഫിഡേ. എന്താണ് ബോണഫിഡേ? ഇത് നമ്മൾ ആദ്യം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം പഠിക്കുന്ന സാധനമാണിത്. ഏറ്റവും ആദ്യം പഠിക്കുന്ന രണ്ടാമത്തെ സംഭവമാണ് ബോണഫിഡേ എന്നുള്ളത്. ഇൻ ഗുഡ് ഫെയ്ത്ത്, ജെന്യുൻ എന്നുള്ള അർത്ഥത്തിൽ ഓപ്ഷൻ എ അല്ലേ. ഇത് ഞാൻ ഫിഡേയുടെ ഒരു കഥയൊക്കെ വെച്ചിട്ടാണ് ഇത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഫിഡേ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ബോണഫിഡേ, ഇൻ ഗുഡ് ഫെയ്ത്ത്, ജെന്യുൻ എന്നുള്ള മീനിങ് ആണ് ഓപ്ഷൻ എ. അടുത്തത് ഇതിലേതാണ്? ഇത് ഏത് സെൻറ്റൻസ് ആണ്? ഇത് ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. എന്താണെന്നറിയോ? ഇത് ശരിക്ക് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഹൗ വാട്ടൊക്കെ വെച്ചിട്ട് ചോദ്യം അല്ലാത്തൊരു സാധനം വരുന്നുണ്ടെങ്കിൽ നോർമലി അത് എക്സ്ക്ലമേഷൻ ആയിരിക്കും. ഇതിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഇല്ല, പക്ഷേ ഇത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. ഇതിനെ നമുക്ക് അസേർട്ടീവിലൊന്നും പെടുത്താൻ പറ്റില്ല. അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൽ ആശ്ചര്യചിഹ്നം ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അറിയില്ല എന്താ പി സി എന്നൊന്നും അറിയില്ല. അടുത്ത് നോക്കാം. റൈറ്റ്, ഇനി ഇവിടെ നോക്കൂ. ഡെലിഗേഷൻ ട്രാവൽഡ് ബൈ ഡാഷ് ഡ്യൂ ടു ദിസ് അർജൻസി. ഈ ബൈ വന്നാൽ തന്നെ നമ്മൾ സാധാരണ ഒരു ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട്. ബൈ കാർ എന്ന് വെക്കുള്ളൂ, ബൈ എ കാർ എന്ന് പറയാറില്ല. ബൈസ് എന്ന് പറയാം, ബൈ എ ബസ് എന്ന് പറയാറില്ല. നോർമലി ബൈ വന്നാൽ എയും ഏനൊന്നും വെക്കണ്ട. ഓക്കെ, ബൈ എയർ എന്ന് മതി. അപ്പോൾ നോ ആർട്ടിക്കിളാണ്. ഓക്കെ, ബൈ സി, ബൈ എയർ എന്ന് വെക്കുള്ളൂ കേട്ടോ. ഓക്കെ,
ശരി, അടുത്തതിൽ നോക്കൂ. നെയ്തർ ദ ട്രെയിനിങ് മൊഡ്യൂൾ നോർ ദ സപ്ലിമെൻ്ററി മെറ്റീരിയൽ. ഈ നൈദർ നോർ വന്നാൽ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ താഴെയുള്ള 3 ക്ലാസ്സുകൾ ഞാൻ പിന്നെ ഇത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ ക്ലാസ് കാണാതെ പരീക്ഷയ്ക്ക് പോകരുതെന്ന് അവിടെ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടാണ്. ഈ നൈദർ നോർ വന്ന രണ്ടാമത്തെ നോറിന് ശേഷമുള്ള നൈദർ നോറാണെങ്കിൽ നോറ്, ഐദർ ഓറാണെങ്കിൽ ഓറ്, അതിന് ശേഷമുള്ളത് മാത്രം നോക്കുക. സപ്ലിമെൻ്ററി മെറ്റീരിയൽ ഇത് സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ ആണെങ്കിൽ എസ് ഉള്ള വേണം. ഓക്കെ, അപ്പോൾ ഈസാണ് വെക്കുക, ഓപ്ഷൻ എ ആണ് വെക്കുക. റൈറ്റ്, അതാണ് നോക്കുക. രണ്ടാമത്തേതാണ് നോക്കുക എന്നുള്ളത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത് നോക്കാം, ഇതിലേതാണ്. എ പേഴ്സൺ ഹു ബിലീവ്സ് ഡോക്ട്രിൻ ഓഫ് പ്ലഷർ ആസ് ദ ചീഫ് ഗുഡ് ഓഫ് ലൈഫ്. അത് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആസ്വാദനമാണ്. നല്ല ജീവിതം ആസ്വദിക്കാനാണ് എന്നുള്ള അർത്ഥത്തിൽ ഹിഡോണിസ്റ്റ് എന്ന ഓപ്ഷൻ ബി ആണ് ഉത്തരം വരിക. ഇനി ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കാം. ഹി എന്ന് പറയുമ്പോൾ അവനല്ലേ, അവൻ ഒരു ഡോണിനെ പോലെ അവൻ്റെ ഇഷ്ടത്തിൽ ജീവിച്ചു പോകണം. ഇഷ്ടം എന്നുള്ള ആലോചിക്കുക. ഓക്കെ, അവൻ എന്താ ചെയ്യുന്നത്? അവൻ ഒരു ഡോണിനെ പോലെ എന്ത് ചെയ്യാണ്? അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു പോവുകയാണ്. ഓക്കെ, അവനൊരു ഡോണിനെ പോലെ അവൻ്റെ ഇഷ്ടം പോലെ, ഇഷ്ടം എന്നുള്ളത് ഇഷ്ടം എന്നാലോചിക്കുക. അവൻ്റെ ഇഷ്ടം പോലെ ജീവിച്ചു പോവുകയാണെന്ന്. ഓക്കെ, ശരി. അപ്പോൾ അതായത് ആസ്വദിക്കുക, ജീവിതം ആസ്വദിച്ച് ജീവിച്ചു പോവുകയാണ് എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് ആ ഭാഗത്തു നിന്നുള്ള. ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് കടക്കാം. വേറെ ഒരു കാര്യം, ഇതിന് വേണമെങ്കിൽ മറ്റുള്ള ഒരു ഇതും ഈ അസെറ്റിക്കും സ്റ്റോയിക്കും ഐഡിയലിസ്റ്റൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതാണ്. ഐഡിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അവരുടെ നമ്മളെ ഒരു ആദർശവാദി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇനി സ്റ്റോയിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേദന സഹിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള നമ്മളുടെ മനസ്സിലുണ്ടാവുന്ന ആഗ്രഹങ്ങൾ, വേദനകളൊക്കെ സഹിച്ച് പിടിച്ചു നിൽക്കാം, അങ്ങനെയുള്ള ആളുകളില്ലേ, അതാണ്. ഓക്കെ, അത് നല്ല സഹിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകളാണ്. ഓക്കെ, എ പേഴ്സൺ ഹു ക്യാൻ എൻജോയ് പെയിൻ എന്നുള്ളതാണ്. ഒരാൾക്ക് സ്വയം പെയിനും മറ്റുള്ള ആഗ്രഹങ്ങളൊക്കെ സഹിച്ചു പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ആളുകളാണ്. അതാണ് സ്റ്റോയിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അസെറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സന്യാസം പോലത്തെ ഒരു വേർഡാണ്, അല്ലെങ്കിൽ ഒരു സന്യാസി എന്നൊക്കെ ഉള്ളൊരു മീൻ, സെൽഫ് ഡിസിപ്ലിനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ, അതാണ്. ഓക്കെ, ഇനി അടുത്ത വാക്ക് നോക്കാം. ഇതിൽ ഏതാണ് കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളതാണ്. ഒക്യുറൻസ് ആണ്, ഓപ്ഷൻ എ ആണ്. കോഡ് വേണമെങ്കിൽ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ഒരു സംഭവം ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ CC ഉണ്ടാവും, RR ഉണ്ടാവും ഒക്യുറൻസിൽ കേട്ടോ. അപ്പോൾ CC ഉള്ളതിൽ ഇനി എൻസ് വെച്ചിട്ട് അവസാനിക്കണം, ആൻസ് അല്ല. അപ്പോൾ അതുകൊണ്ട് എൻസ്, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരിക. CC കൊണ്ട് എൻസ്, ENCE എന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരിക. ഇനി ഹാവിങ് എ ഹാംഫുൾ എഫക്റ്റ് എന്നുള്ള അർത്ഥം വരുന്നത് പെർനിഷ്യസ് എന്നുള്ള ഓപ്ഷൻ എ ആണ് വരിക. ഇനി ഇതിൽ ലേസറിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് ലേസർ എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ വരുന്നത് ബി ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് വരുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഗായ്സ്, നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഡിഗ്രി ലെവലോ +2 ലെവലോ 10th ലെവലോ ഏത് ലെവലായിക്കോട്ടെ, ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. നിങ്ങൾ ഏത് ലെവൽ, ഇംഗ്ലീഷിന് മാത്രമായിട്ടുള്ള കോഴ്സ് നടക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് താഴെ നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ട് ക്ലാസ്സിൽ കയറാം. ഇനി നിങ്ങൾ ടൈപ്പിസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിലും വേറെ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇംഗ്ലീഷ് സിലബസിലുള്ള പരീക്ഷയ്ക്കാണെങ്കിൽ ഗോഡ് വില്ലിങ് നിങ്ങളുടെ നിലവാരം ഒന്നും ഒരു പ്രശ്നമല്ല. താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുക. ബൈ ഗൈസ്.